ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് പറമ്പിലെ വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ ഒന്ന് പോയപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ജാതിക്കൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് കളക്ട് ചെയ്തു. അതുപോലെ കുറച്ച് പൊട്ടിക്കുകയും ചെയ്തു. പറ്റാവുന്നിടത്തൊക്കെ പൊട്ടിച്ചു. നിലത്തൊക്കെ ചളിയായ കാരണം ഞാൻ ഇതുപോലെ ഒരു ഡ്രമ്മിൻ്റെ മേലെയാണ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. മഴയായതുകൊണ്ടായിരിക്കണം പയറിൻ്റെ ചെടിയൊന്നും അങ്ങനെ പുഷ്ടിച്ച് കണ്ടില്ല. പുതിയ പയർമണികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും വളരുമായിരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ റെഡി ആവും വിചാരിക്കുന്നു. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെയിട. കത്തി താഴെട്ടാ ശരിയാവില്ലല്ലോ. നമുക്ക് ഇന്നുണ്ട് കൊലകൾ ഇങ്ങനെ വെട്ടിക്കൂട്ടാൻ. ഇതൊക്കെ വഴിയെ കാണിച്ചു തരാം. നമ്മുടെ ആദ്യത്തെ കൊല എന്തായാലും വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് സേഫായിട്ട് അകത്ത് അവിടെ ഒരു മോട്ടോർ ഷെഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തായിട്ട് കയറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോയി. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര അതെ, അങ്ങനെ സ്കൂളെല്ലാം തുറന്നു അറിയിക്കാനായിട്ട് 2 മഴ പെയ്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ പറമ്പിന്റെ അവസ്ഥ ചെയ്തു. പവനായി ശവമായി. 1-2 വാഴകളൊന്നുമല്ല, തലങ്ങും വിലങ്ങുമാണ് വീണ് കിടക്കുന്നുണ്ടായിരുന്നത്. മൂത്തതും മൂക്കാത്തതാണ് അധികം. നമുക്ക് ചിലതൊന്നും ഉപ്പേരി വയ്ക്കാൻ പോലും പറ്റും തോന്നുന്നു. എന്തായാലും 2 ദിവസത്തേക്ക് നമ്മുടെ നൈബേഴ്സിനും റിലേറ്റീവ്സിനും കായപ്പേരി തന്നെയായിരിക്കും. കായ നല്ലതാണല്ലോ. അങ്ങനെ നമ്മൾ അതും വെട്ടി. ഞാൻ തോറ്റു. എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു. ഇല്ലടോ, ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി. അതിജീവിക്കണം. അങ്ങനെ അത് താഴെയൊക്കെ നോക്കിയപ്പോഴത്തേക്കും നിറയെ കുറ്റി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും രാവിലെ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ. വൈകിട്ടാ പോയത്. രാവിലെ അല്ലേ കുറ്റി നല്ല ഇരിഞ്ഞ് നിൽക്കുന്ന നല്ല ഭംഗിയുണ്ടായിരിക്കും. ഓണൊക്കെ വരാൻ പോവല്ലേ, 2 മാസം ആകുമ്പോഴത്തേക്കും. അങ്ങനെ വാഴയിൽ ഇപ്പൊ നിലവിലുള്ള ഇനിയൊരു കൊലയത്. അങ്ങനെ നമ്മുടെ 3ാമത്തെ കൊലയും കൂടെ വെട്ടാൻ പോവുകയാണ്. വേറെയും കൊലകൾ ഇങ്ങനെ വീണ് തിരിഞ്ഞത് കിടക്കുന്നുണ്ട്. നമ്മൾ ബൈക്കിലാണ് വന്നത്. അപ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്നത്ര മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അതിനുശേഷം നമ്മളത് എടുത്തിട്ട് അതിന് കിളികളൊക്കെ കൊത്തിയതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ നാശമായ കായകളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ നല്ല പോർഷൻസ് മാത്രമായിട്ട് എടുത്തിട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.